ബ്ലൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളാണ്. ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളി കായിക താരം മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വന്ന സംസ്ഥാനം. മലയാളി കായിക താരം മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വന്ന സംസ്ഥാനം ഒഡീഷയാണ്. മുഹമ്മദ് അനസിന്റെ പേരിൽ കായിക താരമായ മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വന്ന സംസ്ഥാനം. അടുത്തത് 2025 UN സമുദ്ര ഉച്ചകോടിക്ക് വേദിയായത്. 2025 UN സമുദ്ര ഉച്ചകോടിക്ക് വേദിയായത് നീസാണ്, ഫ്രാൻസാണ്. അപ്പം 2025 UN സമുദ്ര ഉച്ചകോടിക്ക് വേദിയായത് നീസാണ്. ഏത് സംസ്ഥാന സർക്കാരാണ് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി പ്രതിജ്ഞ പദ്ധതി ആരംഭിച്ചത്? ഏത് സംസ്ഥാന സർക്കാരാണ് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി പ്രതിജ്ഞ പദ്ധതി ആരംഭിച്ചത്? ബീഹാർ ആണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വന്ന സ്ഥലം ഏതാണ്? ഒറ്റപ്പാലമാണ്. രാജ്യത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത്? രാജ്യത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് രാജ്യത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025 ഇന്റർനാഷണൽ സോളാർ അലയൻസ് കോൺഫറൻസിന് വേദിയായത്? 2025 ഇന്റർനാഷണൽ സോളാർ അലയൻസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2025 ഇന്റർനാഷണൽ സോളാർ അലയൻസ് കോൺഫറൻസിന് വേദിയായത്. 2025 ഒക്ടോബറിൽ പൂർണ്ണമായും തുറന്ന ഇന്ത്യൻ എംബസി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? 2025 ഒക്ടോബറിൽ പൂർണ്ണമായും തുറന്ന ഇന്ത്യൻ എംബസി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലാണ്. 2025 ഒക്ടോബറിൽ പൂർണ്ണമായും തുറന്ന ഇന്ത്യൻ എംബസി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലാണ്. 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസിന്റെ വേദി ആയത് എവിടെയാണ്? 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസിന്റെ വേദിയായത് ചെന്നൈ ആണ്. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി കാരുണ്യ സ്പർശമാണ്. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി കാരുണ്യ സ്പർശമാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2025 നവംബർ 2 162ാമത് ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ. 2026 നവംബർ 2 162ാം ജന്മവാർഷികം ആരംഭിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. 2025 ഒക്ടോബർ മാസത്തിൽ 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഉത്തർപ്രദേശിലെ ഏത് നഗരം? 2025 ഒക്ടോബർ മാസത്തിൽ 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഉത്തർപ്രദേശിലെ നഗരം ഏതാണ്? അയോധ്യ ആണ്. ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച് നഗരങ്ങളിലെ ദരിദ്രരായ സ്ത്രീകളുടെ ഉപജീവനവും ഡിജിറ്റൽ സാക്ഷരതയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നത് ഏത് സംസ്ഥാനമാണ്? ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച് നഗരങ്ങളിലെ ദരിദ്രരായ സ്ത്രീകളുടെ ഉപജീവനവും ഡിജിറ്റൽ സാക്ഷരതയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ചെല്ലനാണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ്. 2025 ഒക്ടോബറിൽ ശ്രീ ചിത്തിര തിരുനാൾ സ്മാരക സംഗീത നാട്യ കലാകേന്ദ്രത്തിന്റെ ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത്. 2025 ഒക്ടോബറിൽ ശ്രീ ചിത്തിര തിരുനാൾ സ്മാരക സംഗീത നാട്യ കലാകേന്ദ്രത്തിന്റെ ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലനാണ്. 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ആർ അശ്വിനാണ് 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം. 2025 നവംബറിൽ
വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം 2025 നവംബർ വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. 2025 നവംബർ വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം. KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ച സ്ഥലം ഏതാണ്? KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ച സ്ഥലം ഏതാണ്? തിരുവനന്തപുരമാണ്. ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ച സ്ഥലം തിരുവനന്തപുരമാണ്. 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി. 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്കാണ്. സംസ്ഥാനത്ത് ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥികൾക്ക് HPV വാക്സിൻ നൽകാനുള്ള പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥികൾക്ക് HPV വാക്സിൻ നൽകാനുള്ള പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചത് കണ്ണൂർ ആണ്. നാവികസേനയ്ക്കായുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7R ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. നാവികസേനയ്ക്കായുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7R ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് 2025 നവംബർ 2-നാണ്. മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ആരാണ്? മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ആരാണ്? ബിഹിർ ഭൂട്ടയാണ് മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചത്. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനായി അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണ്? സഖി വൺ സ്റ്റോപ്പ് ആണ്. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുവാനും ആരംഭിച്ച പദ്ധതി. 2025 കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശിയാണ്. 2025 കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശിയാണ്. 67ാമത് സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? 67ാമത് സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 10ാമത്തെ അംഗരാജ്യം ഏതാണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ 10ാമത്തെ അംഗരാജ്യം ഏതാണ്? മുൾഡോവയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 10ാമത്തെ അംഗരാജ്യം. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ആദ്യമായി 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ആദ്യമായി 100 ലക്ഷം കോടി രൂപ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രം അനുവദിച്ചിരുന്ന പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ്? സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ്? KL 90 ആണ്. അടുത്തിടെ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത 2 പതിറ്റാണ്ട് എടുത്തു നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം. അടുത്തിടെ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത 2 പതിറ്റാണ്ടുകൾ എടുത്തു നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഫ്രോഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ SD ബിജു ആണ്. ഡോക്ടർ SD ബിജു ആണ് ഫ്രോഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ആഗോള സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഗ്ലോബൽ ഫിനാൻസിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആഗോള സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഗ്ലോബൽ ഫിനാൻസിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
ആഗോള സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഗ്ലോബൽ ഫിനാൻസ് ഇന്ത്യൻ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. ക്ലാസ് മുഴുവനായി കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു.